ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ നല്ലൊരു ജോലി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ന കമൻറ്റും മെസ്സേജസുമാണ് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. 2025 ആദ്യത്തെ 6 മാസം 7,000 കോടി ഇന്ത്യൻ രൂപയാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിലെ ഏജന്റുമാർ കമ്മീഷനായിട്ട് കൈപ്പറ്റിയത്. കഴിഞ്ഞ വർഷം മാത്രം 6,700ഓളം പുതിയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് വിവിധ കമ്പനികളിലായിട്ട് ദുബായിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എങ്ങനെ ഇവിടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയും ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ലൈസൻസ് നിർബന്ധമാണ്, നാട്ടിൽ ലൈസൻസ് നിർബന്ധമല്ല. രണ്ടാമതായിട്ട് ഇന്റർനാഷണൽ ക്ലയൻസ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിലെ ക്ലയൻസ് എന്ന് പറയുന്നത് ആ നാട്ടുകാരും പിന്നെ പ്രവാസികളുമാണ്. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കമ്മീഷൻ സ്ട്രക്ചർ ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. റെന്റൽസിന് ഒരു പെർസെൻറ്റേജ്, ബൈ ഓർ സെല്ലിനാണെങ്കിൽ അതിനൊരു പെർസെൻറ്റേജ്, ഇനി ഓഫ് പ്ലാൻ പ്രോജക്ട്സ് ആണെങ്കിൽ അതിനൊരു പെർസെൻറ്റേജ് എന്ന് വ്യക്തമായി ഗവൺമെന്റിന്റെ ലീഗൽ സാങ്ഷനോട് കൂടി അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റുമായിട്ട് ഒരു ഫൈറ്റിലേക്ക് ഏർപ്പെടേണ്ട അവസ്ഥ ഇവിടെ വരില്ല. നമ്മുടെ നാട്ടിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആ കമ്പനിയോ അല്ലെങ്കിൽ ആ കമ്പനി ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഏജൻസിയോ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ദുബായിൽ അങ്ങനെയല്ല. റേറ ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും ആ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും അയാളുടെ ഇൻവെസ്റ്റർ, അയാളുടെ ക്ലയന്റിനെ സഹായിക്കാൻ പറ്റും. അയാൾക്ക് അതിലൂടെ അയാൾക്ക് അതിന് നിശ്ചയിക്കപ്പെട്ടുള്ള കമ്മീഷനും ലഭിക്കുന്നതാണ്. ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് പലരും കടന്നു വരാൻ മടിക്കുന്നത്? പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് സാലറി ഇല്ല എന്നുള്ളതാണ്. ഫിക്സഡ് സാലറി നൽകാത്തതുകൊണ്ടാണ് പല ആളുകളും ഇതിലേക്ക് കടന്നു വരാൻ മടിക്കുന്നത്. രണ്ടാമതായിട്ട് ഹൈ കോമ്പറ്റീഷൻ ആണ്. നിങ്ങൾ മത്സരിക്കുന്നത് യൂറോപ്യൻസിനോടോ അറബ്സിനോടോ അല്ലെങ്കിൽ റഷ്യൻസിനോടോ അങ്ങനെ ആരുമാകാം. മൂന്നാമതായിട്ട് ക്ഷമയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആദ്യത്തെ 6 മാസം നിങ്ങൾ സർവൈവ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഇത് ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറുന്നു. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ഡീല് ക്ലോസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഫിക്സഡ് സാലറി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കമ്മീഷനെ മാത്രമാണ് നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ ഡീൽ എന്നാണോ ക്ലോസ് ആവുന്നത് അതുവരെയുള്ള ചെലവുകൾ നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും. ഇനി ആദ്യത്തെ ഡീൽ ഒരു റെന്റൽ ഡീൽ ആണെങ്കിൽ അതിന്റെ കമ്മീഷൻ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ 1000 ദിറംസോ 1500 ദിറംസോ 2000 ദിറംസോ, അത് ആ പ്രോപ്പർട്ടിന്റെ വാല്യൂവിനനുസരിച്ചിരിക്കും. നമുക്കൊരു മാസം കഷ്ടിച്ച് കഴിഞ്ഞു പോകാൻ 1000 മുതൽ 1500 ദിറംസ് വരെ വേണ്ടി വരും. നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, മറ്റ് യാത്രാ ചെലവുകൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. 1500 ദിറംസ് പെർ മന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 30-35,000 രൂപ ആയി. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ അതിനി എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും അത് നിങ്ങൾ 1 രൂപ പോലും ടാക്സ് അടക്കേണ്ടി വരുന്നില്ല. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലയൻസ്, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അപ്പോൾ ലോകത്ത് ഏകദേശം 200 രാജ്യങ്ങളുണ്ടെങ്കിൽ ആ 200 രാജ്യങ്ങളിലെ ആളുകളും ദുബായിൽ വിസിറ്റ് ചെയ്യുന്നവരോ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നവരോ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ലോകത്തിലെ നമ്പർ 1 ക്ലയൻസിനോട് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ടാവുക. മൂന്നാമതായിട്ട് ഇതൊരു സെൽഫ് ബിസിനസ് പോലെയാണ്. നിങ്ങളൊരു കമ്പനിയുമായി ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു 9 to 5 ജോബ് സ്ട്രക്ചർ അവിടെ ഇല്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുമ്പോൾ പോവാം. പക്ഷേ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആയിരിക്കും നിങ്ങൾക്ക് പേ ഓഫ് ചെയ്യുന്നുണ്ടാവുക. ഇനി ചില കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2025 917 ബില്യൺ ദിറംസിന്റെ ട്രാൻസാക്ഷൻ ആണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നടന്നത്. അത് ഏകദേശം 21 ലക്ഷം കോടി ഇന്ത്യൻ രൂപ വരും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അത്രത്തോളം ക്ലയന്റുകളോട് വരുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കമ്മീഷൻ ലഭിക്കുന്ന ഏജൻസും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡെവലപ്പേഴ്സ് ആണ് ഇമാർ, ഡാനൂബ്, വിങ്കാത്തി, ദമാക്ക് തുടങ്ങി നമ്മുടെ കേരളത്തിലെ ശോഭ സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതേ കമ്പനി ശോഭ റിയൽറ്റി എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർക്ക് സ്വന്തമായ ഒരു കമ്മ്യൂണിറ്റി തന്നെ ദുബായിലുണ്ട്. ഏകദേശം 30,000 ഏജന്റുമാരാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ 10,000 ഏജന്റുമാർ ലേഡീസ് ആണ്. അതുകൊണ്ട് തന്നെ ലേഡീസ് സ്റ്റാഫിനും ഇത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം, എങ്ങനെ നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിയെ കണ്ടുപിടിക്കുക, അവർക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അവർ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. രണ്ടാമതായിട്ട് നിങ്ങൾ റേറ എക്സാം എന്ന് പറഞ്ഞിട്ട് റേറ എക്സാം എടുത്ത് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള എക്സാമാണ് അത്. ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും.
മൂന്നാമതായിട്ട് ലീഡ് ജനറേഷൻ ആണ്. നിങ്ങൾക്ക് കമ്പനി തന്നെ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യും. അത് മാത്രം പോരാ, നിങ്ങൾ തന്നെ സ്വയം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടും സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡ് കണ്ടെത്താനും പറ്റും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ മേഖല ഒരിക്കലും നിരാശപ്പെടുത്തില്ല. തുടർന്ന് നിങ്ങൾക്ക് ഈ മേഖലയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിലോ മെസ്സേജിലോ രേഖപ്പെടുത്തും. നമുക്ക് സംസാരിക്കാം.